പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 12-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ 2ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. The first epistle of John chapter 4 verse 4 നാം ഇപ്രകാരം വായിക്കുന്നു: കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. യോഹന്നാൻ യേശുക്രിസ്തുവിനോട് വളരെ അടുത്ത് സ്നേഹത്തിന്റെ അപ്പോസ്തോലൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട് യേശുവിന്റെ മാർവോട് ചേർന്ന് എല്ലാവരും വിട്ടുമാറിയിട്ടും യേശുവിന്റെ ക്രൂശിങ്കിൽ നിൽക്കുകയും അവസാനമായി യേശുവിന്റെ അമ്മയെ സ്വീകരിക്കുകയും ചെയ്ത ധന്യനായ അപ്പോസ്തോലൻ. അതെ, ഒരു സുവിശേഷവും 3 ലേഖനവും പുതിയ നിയമത്തിന്റെ പ്രവചനമെന്നറിയപ്പെടുന്ന അവസാനത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകവും എഴുതി 5 ഗ്രന്ഥങ്ങൾ ക്രൈസ്തവ ലോകത്തിന് സംഭാവന ചെയ്തിരിക്കുന്നു. ഇതിൽ 4 എണ്ണവും സ്നേഹത്തിന്റെ തന്നെ ഊഷ്മളമായ ബഹിർസ്ഫുരണങ്ങളായി കാണുവാൻ കഴിയും. ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട വാഗ്ദത്ത വചനത്തിൽ പറയുകയാണ്: കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നും ഉള്ളവരാണ്. അതെ, ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇന്നിന്റെ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും ഒന്നുമില്ല, സാരമില്ല എന്നെണ്ണുവാൻ കഴിയുകയുള്ളൂ. അതിന്റെ കാരണം ആ വാക്യത്തിൽ അന്തർലീനമായിരിക്കുന്നു. നിങ്ങൾ അവരെ ജയിച്ചവരാണ്. ആരെ? 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കള്ളപ്രവാചകന്മാരെ കുറിച്ചും എതിർ ക്രിസ്തുവിനെ കുറിച്ചും ഒക്കെ പറയുന്നു. ചുരുക്കത്തിൽ ലോകത്തിലുള്ള ലോകത്തിന്റെ ദൈവത്തെയും ലോകത്തിൻ്റെതായിട്ടുള്ള സകല സന്നാഹങ്ങളെയും സൂചിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ളവർ അവരെ കള്ളപ്രവാചകനെയും എതിർ ക്രിസ്തുവിനെയും അതിനോട് ചേർന്നിട്ടുള്ള ഈ ലോകത്തിന്റെ സകലത്തെയും ജയിച്ചവരാണ്. കാരണമുണ്ട്. നമ്മോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, എന്റെ യുവജന സുഹൃത്തുക്കളെ, നമ്മിൽ വസിക്കുന്ന കർത്താവ് ഈ ലോകത്തിലുള്ള സകല ശക്തിയെക്കാട്ടിലും ഉയർന്നവനാണ്, ഉന്നതനാണ്, ശക്തിമാനാണ് എന്ന് ഞാനും നിങ്ങളും കണ്ണുമടച്ച് അടിയുറച്ച് എപ്പോൾ വിശ്വസിക്കുവാൻ സാധിക്കുന്നു, അന്നേരം നമ്മിലുള്ള അനാവശ്യ ഭയം, ആകുലത, ചിന്ത, സംശയം ഇവയെല്ലാം മാറിപ്പോകും. അല്ലാത്തിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ ഈ ലോകത്തിൽ ആരെയോ ലോകത്തിലുള്ള എന്തിനെയോ അറിയാത്ത ഒരു ഭയം നിഴലിട്ടുകൊണ്ടേയിരിക്കും. അയ്യോ, അവർ എന്നോട് അങ്ങനെ പറഞ്ഞു, അവർ ഇങ്ങനെ ചെയ്യുമോ, അങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ എന്റെ ജീവിതത്തിൽ നടക്കുമോ
അങ്ങനെ ഉണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും? ഇത് എന്തുകൊണ്ടാണ് ഭരിക്കുന്നത്? ഇന്ന് ഈ വിശുദ്ധ ദിനം രാവിലെ ഈ നിലകളിലുള്ള ആകുല ചിന്തയോ വ്യാകുലതയോ സംശയമോ ഭാരമോ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പുവരുത്തണം, ഞാൻ കർത്താവിന്റെ കുഞ്ഞാണോ അല്ലയോ എന്ന്. കർത്താവിന്റെ കുഞ്ഞായി കർത്താവിന്റെ പൈതലായ ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ആമുഖത്തിൽ ഈ വാക്യത്തിന്റെ വിവക്ഷ നൽകുവാൻ താല്പര്യപ്പെട്ടത്. കാരണം നമ്മിൽ ഉള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകിയാൽ ഈ ലോകത്തിലുള്ളവന് എന്നെയോ എന്റെ കുടുംബത്തെയോ എന്റെ കുഞ്ഞുങ്ങളെയോ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ ഉറപ്പ് ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും. ആ ഉറപ്പില്ലാതാവുകയും ലോകത്തിലുള്ളതിനെ ഭയപ്പെടുകയും ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായി മാറുന്നത്, ദൈവമക്കളായി മാറുന്നത്? പിന്നെ ശരിക്കും ഈ ലോകത്തിന്റെ കള്ളപ്രവാചകന്റെ എതിർ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ആത്മാവില്ലാത്തവന്റെ മക്കളായി തീർന്നില്ലേ? ഇത് നമ്മൾ തന്നെ സ്വയം ആവുകയല്ലേ? ഈ വിശുദ്ധ ദിനം രാവിലെ അവരവരെ കുറിച്ച് തന്നെ ചിന്തിക്കുക, ഉത്തരം കണ്ടെത്തുക. ഞാനൊരു ദൈവത്തിന്റെ പൈതലാണോ അതോ ഈ ലോകത്തിന്റെ ദുഷ്ടശക്തിയുടെ പൈതലാണോ? ഒരു ദൈവ പൈതലാണെങ്കിൽ നമുക്കെതിരെയുള്ള ദുഷ്ടന്റെ തന്ത്രങ്ങൾ എത്ര വലുതോ എത്ര ഭീകരമോ എത്ര ശക്തിയേറിയതോ ആണെങ്കിൽ പോലും ഞാൻ നിങ്ങളും ഭയപ്പെടുകയില്ല, പതറുകയില്ല, സംശയിക്കുകയില്ല, ഒരിഞ്ച് പോലും പിന്നോട്ട് മാറുകയില്ല. മുൻപോട്ട് വെച്ച കാൽ മുൻപോട്ട് തന്നെ പോകും. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു അചഞ്ചലമായ ധൈര്യവും അതിലേറെ ഉറപ്പുമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവ് ഈ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്, മതിയായവനാണ്, വലിയവനാണ്, ഉയർന്നവനാണ്. അതുകൊണ്ട് ഞാൻ നേരിടുന്ന പ്രശ്നത്തെ അതിജീവിച്ച് എനിക്ക് വിടുതൽ തരുവാൻ മതിയായവൻ തന്നെയാണ്. അങ്ങനെ വിശ്വാസമുള്ള ഉറപ്പുള്ള ഒരു ദൈവ പൈതൽ സ്തോത്രത്തോടെ സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയും. എന്നെ കേൾക്കുന്നവർ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് ഭവനമുണ്ട്, വാഹനമുണ്ട്, മക്കളുണ്ട്, സാമ്പത്തിക സ്രോതസ്സുണ്ട്, പെൻഷനുണ്ട്, ആരോഗ്യമുണ്ട്. ദൈവം ഒരു മനുഷ്യായുസ്സിൽ തരേണ്ടതൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പിറുപിറുപ്പല്ലേ? ഇപ്പോഴും പരാതിയല്ലേ? ഇപ്പോഴും എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നില്ലേ? ഭാരപ്പെടുന്നില്ലേ? ഒന്ന് ചിരിച്ചിട്ടെത്ര നാളായി? ഒന്ന് നന്നായി ഉറങ്ങിയിട്ടെത്ര നാളായി? ഭക്ഷണ പദാർത്ഥങ്ങൾക്കുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 കൂട്ടാൻ കൂട്ടി ചോറുണ്ടിട്ട് തൃപ്തിയായി ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി പ്രിയമുള്ളവരെ? എന്തിനാ ഇതെല്ലാം? ദൈവം എന്തിനാ നമുക്ക് തന്നത്? എന്നാൽ അതേ സമയത്ത് ഭവനമില്ലാത്തവർ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ യാതൊരു നിർവാഹവുമില്ലാത്തവർ, രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകുവാൻ സാമ്പത്തികമായി പരാധീനതയിലുള്ളവർ, കേറിക്കിടക്കുവാൻ വീടില്ലാത്തവർ, വാഹനമില്ലാത്തവർ, നല്ല വസ്ത്രമില്ലാത്തവർ, നമ്മളെക്കാട്ടിൽ എത്രയോ സന്തോഷത്തോടെ തൃപ്തരായി ഒരു പരാതിയുമില്ലാതെ ചിരിച്ചുകൊണ്ട് പ്രതികൂലത്തെ നേരിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നിട്ട് നമ്മൾ അവരെ നോക്കി പറയും, അവരെ കണ്ടോ? നമുക്കെന്താ കുഴപ്പം? കുഴപ്പം എന്താണെന്നറിയാമോ? ഇതുവരെയും നമ്മിൽ വസിക്കുന്ന, ഞാനും നിങ്ങളും ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വലിപ്പം തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്നും ഒരു വിധത്തിൽ പറഞ്ഞാൽ സംശയ രോഗികളായി സ്വയം അധപ്പതിക്കുന്ന ഒരു നവ ക്രൈസ്തവ ലോകത്താണ്
ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് വയോവൃദ്ധനായ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, കുഞ്ഞുങ്ങളെ. അദ്ദേഹത്തിന്റെ ഈ കത്തുകളിൽ പല പ്രാവശ്യം ഈ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നു. ഈ വിശുദ്ധ ദിനം രാവിലെ എന്നെയും നിങ്ങളെയും ആ വാത്സല്യത്തോടെ, സ്നേഹത്തോടെ ഇതാ സംബോധന ചെയ്ത് ചോദിക്കുകയാ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. ആകയാൽ ഒന്നിനെയും ഓർത്ത് സങ്കടപ്പെടാതെ ഈ ലോകത്തിലുള്ള സകലരെയും ജയിച്ച ജയാളിയായ ജയവീരനായ ആ യേശുവിന്റെ മക്കളാകിയാൽ ഞാൻ നിങ്ങളും സന്തോഷത്തോടെ, ധൈര്യത്തോടെ മുന്നേറുക. ഏതെങ്കിലും ഇത് വിഷയത്താൽ ഭാരപ്പെട്ട് മനം നൊന്ത് മനം കലങ്ങി ആരെങ്കിലും ഈ ഞായറാഴ്ച വിശുദ്ധ ദിനം രാവിലെ ഈ വാഗ്ദത്ത വചനം കേൾക്കുന്നുവെങ്കിൽ ഇന്നത്തെ ഈ വചനം നിങ്ങൾക്ക് ഉറപ്പും ധൈര്യവും അതിലേറെ പ്രത്യാശയും നൽകി കൃപയോടെ നടത്തട്ടെ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ മക്കളാണെന്നും അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങൾ ജയാളിയായ ദൈവത്തിന്റെ വലിയ വിടുതലിന്റെ അവകാശികളാണെന്നും ആകയാൽ ഞങ്ങൾ ഒന്നിനെ ചൊല്ലും ഭാരപ്പെടേണ്ട, വ്യാകുലപ്പെടേണ്ട എന്നും യോഹന്നാൻ അപ്പോസ്തലൻ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോൾ വിശ്വാസത്തിന്റെ ആഴം എന്തെന്ന് ശോധന ചെയ്യുമ്പോൾ അവിടെ ഞങ്ങൾ പൊന്നുപോലെ പുറത്തു വരുവാൻ ഇടയാകണമേ. ദൈവവചനം കേട്ട നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങൾ ദൈവമക്കളാണെന്നും ആ ദൈവമക്കൾക്ക് അനുയോജ്യമായി വിശ്വാസത്തിന്റെ ധീരതയിൽ, ധൈര്യത്തിൽ, ശക്തിയിൽ മുന്നേറുവാൻ, പ്രതികൂലങ്ങളെ കണ്ട് പകച്ചു നിൽക്കുവാനോ പിന്മാറുവാനോ അല്ല, അതിനെ പ്രാർത്ഥനയോടെ നേരിട്ട് ജയിപ്പാൻ ഇന്ന് ഞങ്ങളെ വചനത്താൽ ധൈര്യപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെ ദിനമാക്കി സ്വർഗീയ കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട വാഗ്ദത്ത വചനം ഹൃദയംഗമായി സ്വീകരിച്ച് പ്രാർത്ഥനയോടെ മുന്നേറുക. ഞാൻ ഒരു ദൈവത്തിന്റെ പൈതലാണ്. ആ ദൈവത്തിന്റെ പൈതൽ എന്നുള്ള സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് ദൈവകൃപയോടെ ജീവിപ്പാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള സമർപ്പണത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.